ഗൈസ് നമ്മൾ ഇന്ന് പറശ്ശിനിക്കടവിൽ പോകുന്നത്. മാച്ച് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഉണ്ട്. നമ്മള് പിന്നെ മാച്ചല്ല. എന്താ വേദു എവിടെ എവിടെ പോകുന്ന വേദു? നമ്മള് പറശ്ശിനിക്കടവിൽ പോണാണ്. അപ്പൊ ഇനി പറശ്ശിനിയിൽ എത്തിയിട്ട് നന്ദൂട്ടനെ കണ്ടോ? നമ്മളെ നന്ദൂട്ടൻ ദേഷ്യത്തിലാണ് നന്ദൂട്ടൻ. അപ്പോ ഓക്കെ പോയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നന്ദൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറശ്ശിനിക്ക് പോകുന്ന വീഡിയോ ആണ് ഇത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ പറശ്ശിനിയിലേക്ക് പോകുന്ന വഴി കാണാൻ തന്നെ ഭയങ്കര എന്നാ പറയണ്ടേ, അത്രയും മനോഹരമായ വഴിയാണ്. പിന്നെ അറിയുന്ന എല്ലാവർക്കും അറിയായിരിക്കും മിക്കവർക്കും. പക്ഷേങ്കിൽ പുറത്ത് പിന്നെ എന്താ പറയണ്ടേ, എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങ് ട്രിവാൻഡ്രത്തും പിന്നെ കൊല്ലത്തിലുള്ളവർ പറശ്ശിനിയിൽ വരണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന അവർക്കെല്ലാം വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അവരൊന്നും പറശ്ശിനിക്കടവ് കണ്ടിട്ടില്ല. ഒരു ദിവസം വന്നിട്ട് നാട്ടിൽ വന്നിട്ട് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറശ്ശിനിയിലെപ്പോൾ എത്താറായി. ഭയങ്കര തിരക്കായിരുന്നു. സ്കൂൾ അടച്ചാൽ എപ്പോഴും പറശ്ശിനിക്കടവ് ഭയങ്കര തിരക്കായിരിക്കും. കുട്ടികളും പിന്നെ എല്ലാവരും കൂടെ വരുന്ന എന്താ പറയണ്ടേ, എല്ലാവർക്കും നമ്മൾ കണ്ണൂർക്കാർക്കായാലും പിന്നെ മറ്റേ ഇവിടുത്തുകാർക്കായാലും കോഴിക്കോട് അവിടെയുള്ളവർക്കൊക്കെ ആയാലും പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, എന്ത് ഇത് നടന്നാലും പറശ്ശിനിക്കടവ് വന്നിട്ട് എന്ത് കാര്യം ചെയ്യും. അങ്ങനെയാണ്. മുത്തപ്പനെ കണ്ടിട്ട് എന്തും തീരുമാനിക്കാനും നല്ല കാര്യങ്ങളായാലും മറ്റെന്ത് കാര്യത്തിനായാലും മുത്തപ്പനെ കണ്ട് തൊഴുതിട്ട് എല്ലാം നടത്തും. അപ്പം അങ്ങനെ ഈ പിന്നെ എൻ്റെ അനിയത്തീൻ്റെ മക്കളുണ്ട്. അവർ പൂനെയിലാണ്. അവർ വർഷത്തിൽ വെക്കേഷൻ ടൈം മാത്രം നാട്ടിൽ വരിക. അപ്പോൾ അവർ ആ സമയത്തേ അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ അവരെല്ലാം കൊണ്ട് പോയതാണ്. പിന്നെ അച്ഛനും അമ്മയും ഞാനും പിന്നെ സന്ദീപേട്ടനും മക്കളും അനിയത്തീൻ്റെ മക്കളും അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് പറശ്ശിനിയിലെത്തി. പിന്നെ എന്തോ ഒരു സന്തോഷമായിരിക്കും പറശ്ശിനിക്കടവ് പോയാൽ. അത്രയും എന്നാ പറയണ്ടേ, കുട്ടിക്കൊക്കെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കടകൾ തന്നെയാണ്. പിന്നെ കടകളിൽ എല്ലാം നോക്കി വെച്ചിട്ടാണ് അവർ പോവുക. തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങി, ചെറിയൊരു സാധനമായാലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടേ അവർ തിരിച്ച് വരും. പുറത്തൊന്നും പോയാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ്. രണ്ട് ഭാഗത്തും നിറയെ കടകളാണ്. മുത്തപ്പൻ്റെ ഫോട്ടോകളും ഒക്കെയുള്ള ഒരുപാട് കടകളുണ്ട്. പിന്നെ ഫാൻസി ഐറ്റംസ് ആയാലും അങ്ങനെ ഒരുപാട് കടകൾ ഉണ്ട് പറശ്ശിനിക്കടവിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് ദൂരം നടന്നിട്ട് വേണം മുത്തപ്പൻ്റെ തിരുസന്നിധിയിലെത്താൻ. അപ്പോൾ നമ്മൾ എത്താറായി. ഇതാണ് മുത്തപ്പൻ്റെ എൻട്രൻസ് കവാടം. അപ്പോൾ അതിലേക്കങ്ങ് കടന്ന പാടെ നമുക്ക് വലതുഭാഗത്ത് പിന്നെ പ്രസാദം. അപ്പോൾ എല്ലാവരും മുത്തപ്പനെ അകത്ത് പോയി കണ്ടതിന് ശേഷം വന്നിട്ടാണ് ഇവിടുന്ന് പ്രസാദം കഴിക്കുക. അതിന് ശേഷം ഉച്ചക്ക് പ്രസാദം ഇതും ഉണ്ടാവും. നമുക്ക് എന്താ പറയണ്ടേ, ചായയും പിന്നെ പയറോ അവിലോ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. ഒരു ഭക്തരെയും ഒന്നും കഴിക്കാതെ മടക്കി അയക്കൂല. അങ്ങനെയാണ് മുത്തപ്പൻ്റെ അടുത്ത് പോയാൽ. വലിയ ഊട്ടുപുരിയാണ്. ഭയങ്കര തിരക്കുണ്ടാവും. എന്നാലും രാവിലെയും രാത്രിയും അവിടെ പ്രസാദം ഉണ്ടാവും. അല്ല, ഉച്ചക്ക് രാത്രിയും പിന്നെ രാവിലെയും ഏത് സമയത്തായാലും 8 മണി വരെ, രാത്രി 8 മണി വരെ ചായയും ഇതൊക്കെയുണ്ട്. പിന്നെ ഇപ്പോൾ പോകുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ പറശ്ശിനിക്കടവ് പോയാൽ ബോട്ട് യാത്രയും കൂടി നടത്താറുണ്ട്. അപ്പോൾ അടിപൊളി വെറൈറ്റി ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ ആദ്യം മുത്തപ്പനെ കണ്ടിട്ട് തിരിച്ച് വന്നിട്ടാണ് അതൊക്കെ എന്തായാലും ബോട്ടിലൊക്കെ കയറിയിട്ടേ നമ്മൾ പോകാറുള്ളൂ. ഇപ്പോൾ പ്രസാദം കഴിക്കാൻ പോകുന്ന തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരിക്കും. എന്നാലും പെട്ടെന്ന് തന്നെ എല്ലാം നീങ്ങി പോവും. പിന്നെ വരികളൊക്കെ കണ്ട, തിരക്ക് കണ്ട. മേലത്തെ നിലയിലാണ് പിന്നെ പ്രസാദം കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെയായിട്ട് ക്യൂ ഉണ്ട്. അത് പിന്നെ ഒരേ റൂമിൽ തന്നെ പോകേണ്ടത്, വരി ലൈന് വേറെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതാ മേലെ നിന്ന് നല്ല സൈറ്റാണ്. പിന്നെ പുഴയെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇതാണ് പറശ്ശിനിയുടെ മൊത്തമായിട്ടുള്ളത്. മേലേന്ന് ഊട്ടുപുരേൻ്റെ മേലേന്ന് എടുക്കുന്ന വ്യൂ ആണിത്. അപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. ഒരുപാട് തിരക്കുള്ള സമയമായിരുന്നു. പുഴ കണ്ട, നിറഞ്ഞൊഴുകുന്ന പുഴ.
പിന്നെ ഇവിടെ ബോട്ട് സവാരിയൊക്കെ ഉണ്ട്. പിന്നെ എപ്പോൾ പോയാലും ഒരു സാമ്പാറോ പരിപ്പ് കറിയോ അതിൻ്റെ കൂടെ എന്തെങ്കിലും പിന്നെ മോരും എപ്പോഴും ഉണ്ടാവും. മോര് പിന്നെ കറിയും അങ്ങനെയാണ് ഉണ്ടാവുക. ചില മാങ്ങയുള്ള സമയത്തൊക്കെ മാങ്ങ അച്ചാറും ഉണ്ടാവാറുണ്ട്. നല്ല എന്തോ ഒരു ടേസ്റ്റാണ് പ്രസാദം കഴിക്കാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പ്രസാദം കഴിക്കാൻ. എങ്ങനെയായാലും എന്ത് തിരക്കുണ്ടായാലും നമുക്കങ്ങനെ തിരക്ക് അധികം ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് നീങ്ങിക്കോളും. അങ്ങനെ തിരക്കുണ്ട് എന്ന് വെച്ച് നമ്മൾ മാറി നിൽക്കേണ്ട, അത്രയും വലിയ ഊട്ടുപുരയാണ്. അപ്പോൾ പ്രസാദമൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ പോയത് ബോട്ടിങ്ങിനാണ്. ബോട്ടിങ്ങിനെന്ന് വെച്ചാൽ പിന്നെ 50 രൂപയാണ് ഒരാൾക്ക് കയറാൻ വേണ്ടി. വലിയ ബോട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ കയറുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ കൊടുക്കും. പിന്നെ അതല്ലാതെ സ്പെഷ്യൽ ബോട്ട് 10 ആൾക്ക് 500 രൂപ വെച്ചിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9 ആളുണ്ട്. അപ്പോൾ 9 ആളുള്ള എങ്ങനെയായാലും പിന്നെ ഇതുപോലത്തെ ബോട്ട് കയറുമ്പോൾ 50 രൂപ വെച്ചിട്ട് 450 രൂപയാവും. അപ്പോൾ വിചാരിച്ച് ഏതായാലും അതിന് വേണ്ടി കുറേ സമയം കാത്തു നിൽക്കണം. അപ്പോൾ വിചാരിച്ചൊരു സ്പെഷ്യൽ ബോട്ട് പിടിക്കാമെന്ന്. അതിലിടയ്ക്ക് 2 ചേട്ടന്മാർ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അത് നന്ദൂട്ടൻ എടുത്തതാണ് വീഡിയോ. അവൻ വേഗം പോയി ചേട്ടന്മാരെ പോയിട്ട് മീൻ പിടിക്കുന്ന കാഴ്ച എടുത്തിട്ട് വന്ന് പിന്നെ അതിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് കയറി. 500 രൂപേൻ്റെ ഒരു ചെറിയൊരു ബോട്ട്, അതായത് 10 ആളൊക്കെയുള്ളൂ. നമ്മൾ 9 ആളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 9 എന്ന് വെച്ചാൽ കുട്ടികളെയും ചേർത്തിട്ട് 9 ആൾ. അങ്ങനെ ഇവർക്കൊക്കെ ഭയങ്കര പിന്നെ പൂനെയിൽ നിന്ന് വന്നുകൊണ്ട് അവർക്ക് പിന്നെ എന്താ പറയണ്ടേ, നാട്ടിലെ കാഴ്ചകൾ ഇതൊക്കെ ഭയങ്കര അവർക്ക് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ബോട്ടിൽ, മറ്റേ അടിപൊളി ഒരു ബോട്ടുണ്ട്, എന്താ പറയുക, ഡ്രാഗൺ ബോട്ട്. അപ്പോൾ അതിന് ഒരാൾക്ക് 70 റുപ്പീസാണ് വരിക. അപ്പോൾ കുട്ടിയൊക്കെ അതിൽ കയറണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ആ ഡ്രാഗൺ ബോട്ട് കയറണമെങ്കിൽ പിന്നെ 1 മണിക്കൂർ ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം ആ ഡ്രാഗൺ ബോട്ട് കയറാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ പോയി. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. ഒരു അരമണിക്കൂറത്തെ സവാരി സൂപ്പറാണ്. എല്ലാവരും ഒന്ന് പറശ്ശിനിക്കടവ് പോയാൽ എല്ലാവരും ബോട്ട് യാത്ര നിർബന്ധമായിട്ടും ചെയ്തിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ ഒരു എന്താ പറയുക, അത്രയല്ലേ ഒരാൾക്ക് അത്ര രൂപയല്ലേ വരുന്നുള്ളൂ, 50 രൂപ. അല്ലാതെ യാത്രാ ബോട്ടും ഉണ്ട്, അത് 9:30ക്കും 2 മണിക്കും എങ്ങാണ്ടാന്നുള്ള. ഇതാണ് ഡ്രാഗൺ ബോട്ട്. അടിപൊളി, കണ്ട സൂപ്പറായിട്ട് 2 നിലയിലെ ഡ്രാഗൺ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, എന്ത് രസമാണ് അത് പോകുന്നത് കാണാൻ വേണ്ടി. അടിപൊളിയാണത്. പക്ഷേ അതിന് ഒരുപാട് സമയം നിൽക്കണം എന്ന് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ അതിൽ കയറാനായിരുന്നു ഇഷ്ടം. പിന്നെ നമ്മൾ ഇതിനെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ബോട്ട് യാത്രയൊക്കെ നടത്തിയപ്പോൾ. അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ നമ്മൾ ഒരു അരമണിക്കൂർ പിന്നെ പുഴയിലിങ്ങനെ ചുറ്റിക്കറങ്ങി നല്ല അടിച്ച് പൊളിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങോട്ട് പോകാൻ കഴിയില്ല, നമ്മളെ ചിലപ്പോ പോകൂല, പിന്നെ പോകും. കേട്ടാ ചക്കമുട്ടഞ്ഞു നമ്മളെ കേട്ടാ. എന്ത് ഇത് ചന്താപ്പനെ നല്ലോണം മനസ്സിലാക്കി. താഴെ പോവാ. സ്പീഡ് ഓടിയാ പറശ്ശിനി നമ്മൾ എടുക്കാൻ പോകും. നമ്മളിത് എത്താനായി ഗൈസ്. ഇതാണായി ഗൈസ്. വാഷ്റൂം ഉണ്ട്, വെള്ളം ഉണ്ടല്ലോ. മുത്തപ്പൻ്റെ മുമ്പ് നിന്നാ
പുറപ്പെട്ട് കൂടുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ടാറ്റാ, ബൈ.